Hello guys, welcome back to my channel. Guys, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് നല്ല ചില ആൾക്കാർക്ക് വലിയ ആഗ്രഹമായിരിക്കും ഇത് എന്താ പറയുക പെട്ടെന്ന് മറന്നു പോകാൻ പെട്ടെന്ന് ഗൈസ് എന്ത് ഇങ്ങനെ മറക്കുകയാണ് ഞാൻ ഏടവളി നല്ലോണം അടിപൊളിയായിട്ട് ഏടവളി വെച്ച് കളിക്കുന്നുണ്ട്. അത് നല്ലൊരു പ്ലെയറാണെന്ന് അതിനാവശ്യമുള്ള കുറച്ച് ടിപ്സ് ഞാൻ തരാം ഗൈസ്. ഞാൻ ഈ പറയണതിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു പ്ലെയർ ആവാൻ പറ്റും ഗൈസ്. എൻ്റെ പേരാണ് TL സിറിൽ. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ റിക്വസ്റ്റ് ഇടാം ഗൈസ്. ഞാനും ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾ ഇതിരുന്നതാണ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. എൻ്റെ ഗിൽഡിലേക്ക് ജോയിൻ ആവാം. ഇതാണ് ഗൈസ് ഗിൽഡ്. പക്ഷേ ഞാൻ ആരും കളിക്കാറുമില്ല. ഹലോ, അപ്പോൾ ഗായ്സ് നമുക്ക് നേരെ ആദ്യം നിങ്ങളത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ കയറുക. നിങ്ങൾക്ക് ക്യാരക്ടർ കോമ്പിനേഷനും എങ്ങനെയൊക്കെ അടിക്കാം നല്ല ഗൈസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ഈ ഫുള്ള് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ അത്യാവശ്യം നല്ലൊരു പ്ലെയറാവും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇത് ചാടി കളിക്കരുത്. നല്ല പ്രാക്ടീസ് വേണം. ഓക്കെ ഗൈസ്, ചാടി കളിച്ചുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ചാവും. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഫേക്കാന്ന്. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ പറയുന്നത്. ഡബിൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് കൺട്രോൾസിൽ കയറിയിട്ട് ക്യൂക്ക് വെപ്പൺ സ്വിച്ച് ബട്ടൺ എന്നുണ്ടാവും, അത് ഓണാക്കുക. അതാണ് ഇതെന്ന് വെച്ചാൽ ഇതുണ്ടോ, നമ്മളൊരു ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഗണ്ണ് സ്വിച്ച് ആവുന്ന കണ്ടില്ലേ. അപ്പോൾ അടിക്കുന്നതെന്ന് വെച്ചാൽ ഒരിടം എടുത്തിട്ട് അങ്ങനെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഒരു AW ഉണ്ടെങ്കിൽ ഒരു AW ആണെങ്കിൽ ഒരു ഷോട്ട് എടുത്തിട്ട് റീലോഡ് ചെയ്യുക. എന്നിട്ട് റെഡി റീലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കേട്ടോ, നോർമലായിട്ട് അടിച്ചുള്ള പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഇതായിക്കോ, ഇത് കണ്ടോ, ഒരു ഇതുണ്ട്, ഡിലേ ഉണ്ട്. അപ്പം പെട്ടെന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ ഒരു ഷോട്ട് എടുക്കുക, അപ്പോൾ തന്നെ റീലോഡ് ചെയ്യുക. ഒരു AW ഉള്ളപ്പോൾ ഇത് രണ്ടോട്ട് ഇങ്ങനെ ആദ്യം ആക്കുക. എന്നിട്ട് ഒരു ഷോട്ട് റീലോഡ് ചെയ്ത് എന്താ ഉള്ള ബട്ടൺ സ്വിച്ച് ചെയ്യുക. ബട്ടണിനെല്ലാം AW സ്വിച്ച് ചെയ്യുക. കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ക്യാരക്ടർ ഇത്രയേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് സെൻസിറ്റിവിറ്റി വേണം. അത് നിങ്ങളൊരു എത്ര 20 to 50 ഉള്ളിൽ വെച്ചാൽ മതി.
നിങ്ങൾ വേണമെങ്കിൽ 40 എന്ന് പറഞ്ഞാൽ വയ്ക്കാം. ഞാൻ വെച്ചിരിക്കുന്നത് 45 നിങ്ങൾക്ക് വേണമെങ്കിൽ 45 വയ്ക്കാം. ഗൈസ് ഇനി നമുക്ക് ക്യാരറ്റ് സ്കില്ലിലേക്ക് പോവാം. ഗൈസ് അതിന് ആദ്യം വേണ്ടത് ആദ്യം വേണ്ട നമുക്ക് ഓസ്കാറിനെ വേണം. ഓസ്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൂ വാൾ പെട്ടെന്ന് അവനെ പൊട്ടിച്ച് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടതാണ് മോക്കോൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എനിമി എവിടെയും നമുക്ക് ട്രാക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ തലേൻ്റെ മണ്ടയിൽ ഒരു ഐക്കൺ കാണിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് എനിമീനെ കണ്ടുപിടിക്കാം. പിന്നെ DBൻ്റെ ഉപകാരം നമ്മളൊരു എനിമീനിപ്പം നോക്കായി കഴിഞ്ഞാൽ ഇതാണോ അയ്യോ സോറി ഗൈസ് DB അല്ല വെക്കണ്ടേ, എവിടെ ഡാഷയാണ് വെക്കണ്ടേ. ഡാഷിന് വെക്കുമ്പം പെട്ടെന്ന് എനിമി ഡൗൺ ആയത് പെട്ടെന്ന് ചാവും. പിന്നെ മെയിനായിട്ട് വേണ്ടത് റാഫേലാണ്. റാഫേൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ AWM വുഡ് പക്കർ അങ്ങനെയുള്ള കുറച്ച് ഗൺസിന് ഇതൊക്കെ ഉള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻസർ ആവും. അപ്പോൾ എപ്പോൾ എൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഒന്ന് ഈ ക്യാരറ്റ് സ്കിൽ ഉപയോഗിച്ച് കാണിച്ചു തരാം. ഞാൻ ഇവിടെ പോകണില്ല, ട്രെയിനിങ് ഗ്രൗണ്ട് അവിടെ പോയി കളിക്കണില്ല. അവിടെ പോയി കളിച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവരെല്ലാവരും MP5 മതം ഇതൊക്കെ കണ്ടെടുക്കും. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ AWM എടുത്ത് കളിച്ചാൽ ഓടി വന്ന് ഈ ക്യാരറ്റ് യൂസ് ചെയ്തിട്ട് ഒറ്റടി ഒരു AWM ആണെങ്കിൽ അതിൽ ഓടിക്കുക. 2 AWM ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ നോക്കിയിട്ട് നിങ്ങളൊരു സ്നൈപ്പറിൽ ഗ്ലോറി പുഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപയോഗപ്പെടും ഗൈസ്. ഓക്കെ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.